അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. പൊന്നാര പൊന്നു മക്കളെ, ബോംബ് പൊട്ടി, ബോംബ് പൊട്ടി, മിസ്രിയിൽ പൊട്ടി, മിസ്രിയിൽ പൊട്ടി. നിങ്ങളെല്ലാവരും സൂക്ഷിക്കണേ മക്കളെ. ഇപ്പം ബഹ്റാനിലും ഖത്തറിലൊക്കെ മിസ്രിയിൽ പൊട്ടിയിട്ടുണ്ട്. ആ മിസ്രിയിൽ പൊട്ടിയ എൻ്റെ മോനും ബഹ്റാനിലാണ്. പട്ടാളക്കാരുടെ അരിയത്താണ് മിസൈൽ പൊട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് വേണോ, ഈ മിസൈൽ വന്ന് വീഴുന്ന സ്ഥലത്ത് നിങ്ങളാരും നിൽക്കല്ല. എവിടെയാണോ മിസൈൽ വീഴുന്ന സ്ഥലം എന്നുള്ള നിങ്ങൾക്കൊരു മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവില്ല. അവിടെ നിങ്ങളാരും പോയി നിൽക്കല്ല. നിങ്ങൾ അവിടെ നിന്ന് മാറി നിങ്ങൾ പോയി നിൽക്കണേ മക്കളെ. കാരണം ഇപ്പം എൻ്റെ മോനെല്ലാം വിളിച്ചിക്ക് വാട്സപ്പിലെല്ലാം ഇട്ട് തന്നിട്ടുണ്ട് ഈ മിസൈൽ വരുന്നതല്ല. അപ്പോൾ അല്ലാതെ വിഷമത്തിലാണ് ഞാനുള്ളത്. എൻ്റെ മോൻ വിളിച്ചിട്ടുമ്മ ഇനി വിളിക്കാൻ പറ്റുമെന്നും പറയൂല എന്നെല്ലാം മാറ്റാ വിളിച്ചേ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണം റബ്ബേ. ഒരുപാട് മക്കളുണ്ട് അവിടെ. അമ്മ പെറ്റ മക്കളുണ്ട്. അല്ലാഹുവേ ഇനി കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മിസ്രയിൽ ഇടുന്നോലിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹുവേ. അപ്പോൾ നിങ്ങൾ പൊന്നു മക്കളെ, നിങ്ങളെല്ലാവരും എന്ത് വേണോ, നിങ്ങൾ ആ മിസൈൽ വന്ന് വീഴുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി നിൽക്കല്ല. നിങ്ങളവിടുന്ന് മാറി നിൽക്കണം. കാരണം പട്ടാളക്കാരിലുള്ള അരിയത്താണല്ലോ ഇത് വന്ന് വീഴുന്നത്. അപ്പം അതിൻ്റെ അരിയത്താരാ ഉള്ളത്? ഇവിടുന്ന് കുറേ മാറി ദൂരത്ത് പോയി നിന്നു നിങ്ങൾ. അല്ലാണ്ട് രക്ഷപ്പെടണ്ടേ എൻ്റെ പൊന്നാര മക്കളെ. വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ ബോംബെല്ലാം ഈ മിസൈൽ ഇടുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധി കൊടുത്ത് പെട്ടെന്ന് അവസാനിക്കട്ടെ. ഗൾഫില്ലേ പോയില്ലേ നമ്മളെ മക്കളല്ലേ? വിമാനവും ഇല്ല, വിമാനവും റദ്ദാക്കി കളഞ്ഞു മക്കളെ. വിമാനവും ഇല്ല, എന്ത് ചെയ്യണ്ടേ? ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മൂത്ത മോന പ്രസവിച്ച് കിടന്ന സമയത്താണ് പിന്നെ മഹായുദ്ധം വന്ന്. എൻ്റെ ഉമ്മോ, ആദ്യം വിമാനെല്ലാം ഇറക്കിക്കൊടുത്ത്, പിന്നെ നോക്കുമ്പോൾ വിമാനം റദ്ദാക്കി. പിന്നെ ഇങ്ങോട്ടും വന്നോട് അങ്ങോട്ടും വന്നോട് ഡ്രസ്സ് കണ്ട് എൻ്റെ മൂത്ത മോനെ പെറ്റ് കടന്നേരെ. പണ്ട് നമ്മളെ യൂസഫ് അലിയല്ല ആ സമയത്താ അവിടെ ഒരു പീടി ആദ്യമായി തുറന്നതെന്നെല്ലാം പറയുന്നിട്ട്. എന്നിട്ട് ഒരു നാട്ടിൽ പോവാണ്ട് പീടിയെല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്നെല്ലാം കരുതിക്കൊണ്ടിങ്ങനെ നിന്ന് 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 പിന്നെ അവരാണ് ഈ സ്ഥിതിയിലായത്, നല്ല കുളത്തിലായത്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും താണ്ടി വന്നവരാണ് നമ്മൾ. അന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു വിമാനമില്ല, ഒരു കത്ത് പോലും വരുന്നില്ല, ഒരു ഇലകൾ പോലും അനങ്ങാട് ചലിക്കാണ്ട് നിന്നൊരു യുദ്ധമായിരുന്നു അന്ന്. വല്ലാത്ത കാലഘട്ടം. അന്ന് എനിക്ക് 17ാമത്തെ വയസ്സാണ്. പറഞ്ഞില്ല എൻ്റെ മോനെ പെറ്റി കൊടുക്കുന്നത്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണം റബ്ബേ. അതുപോലെ ഇപ്പം എൻ്റെ മോന് ബഹ്റാനിലാണ്. അവൻ വിളിച്ചിക്കുമ്മ, ചിലപ്പോൾ ഇത് ലാസ്റ്റാമത്തെ വിളിയായിരിക്കും. എൻ്റെ ഉമ്മോ എനിക്ക് ഹൃദയം തകർന്നു പോയി. ഞാൻ പറയാ എൻ്റെ മോൻ മാത്രം എത്ര അമ്മ പെറ്റ മക്കളുണ്ട് അവിടെ. അല്ലാഹുവേ ഇനി കാത്തുരക്ഷിക്കണേ റബ്ബേ. അപ്പം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ ഇനി മാറി നിൽക്കണം. എൻ്റെ മോയെ അക്കൗണ്ടിങ്ങിനാണ്. ഞാൻ സ്ഥാപനത്തിൻ്റെ അരികിലാണ്. മിസിരിൻ്റെ എല്ലാം ഒച്ച കേൾക്കുന്നുണ്ട്. ഈ മിസിരി ബോംബ് വന്ന് വീഴുന്ന ഒച്ച എല്ലാം കേൾക്കുന്നുണ്ട്. ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ. ഞാൻ പറഞ്ഞു, മോനെ ഇനി മാറി നിന്ന് അങ്ങ് ദൂരത്ത് പോയി നിന്നോ, അവിടെയൊന്നും നിൽക്കല്ല. അങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് ഇവിടെ മക്കളെ നമ്മളെ ലോക ജനങ്ങൾ. ഗൾഫ് രാജ്യം അങ്ങനെ ആയാൽ പട്ടിണി കൊണ്ട് മരണപ്പെടും. നമുക്കൊന്നും കിട്ടുകയില്ല, പൈസ ഉണ്ടാവില്ല, എല്ലാം സ്റ്റക്കായിട്ട് കിടക്കും. അഹങ്കരിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ തീർത്തോളി. ആഗ്രഹങ്ങളെല്ലാം ഇപ്പം തീർത്തോളി. അല്ലാണ്ട് നാളെ ആഗ്രഹം തീർക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ നടക്കൂല. അതുകൊണ്ട് പൊന്നു മക്കളെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് കൂട്ട പ്രാർത്ഥന നടത്താം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സമയത്ത് രാത്രി ലൈവിലെല്ലാം വന്നിട്ട് നമുക്ക് കൂട്ട പ്രാർത്ഥന നടത്താം. ഉമ്മ പെറ്റ മക്കൾ എല്ലാവരും ഇല്ലേ ഗൾഫ് രാജ്യങ്ങളിൽ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മിസ്രയിൽ ഇങ്ങനെ പോയിട്ട് ഇടുന്നുണ്ട്. അത് ഇപ്പം എന്താ ചെയ്യാ നമ്മൾ? പട്ടാളക്കാരാ അല്ല, മിസ്രയിൽ ഇടുന്ന ആളെ എൻ്റെ കയ്യിലേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടിച്ചോലെ വീഴ്ത്തുന്നു. എൻ്റെ കൈ കിട്ടുക? അത് കിട്ടുകയില്ല. അതിൻ്റെ കാര്യമില്ല. അപ്പം നിങ്ങളത് വേണം, ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ തീർത്തോളി, അഭിലാഷങ്ങളൊക്കെ തീർത്തോളി. അതുകൊണ്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞിട്ട് കാര്യമുണ്ടാ? പെട്ടെന്നല്ലേ നടക്കുന്നത്. പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തമ്മാവിന് കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നും വീഡിയോസ് ഒന്നും ആരും ഇടണ്ട. അത്രയേ ഉള്ളൂ.
ഇനി എപ്പ ഇവിടെ ബോംബ് പൊട്ടുന്നതെന്ന് അറിയല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഓ പാവം. ഇനിയിപ്പോൾ എത്ര ആളെ മരിച്ചത് ആണെന്നൊക്കെ തന്നെ പറയാം. വിമാനം ഞാൻ പറഞ്ഞ എൻ്റെ മോനോട്, മോനെ പോരി വിമാനം കയറി ഉമ്മ, അതിന് വിമാനം ഇങ്ങനെ വേണ്ടേ കയറി. ഓ ഇവിടുത്തെ ഓട്ടോഷേറ്റ് ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് അയച്ചു കൊടുക്കരുന്ന് ചിന്തിച്ച് പോയി ഞാൻ. ഇവിടെ കുറേ സ്കൂട്ടർ ഓട്ടോറിക്ഷയിലുണ്ടല്ലോ, അതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കാന്ന് വെച്ചാൽ നോക്കും. അങ്ങ് പോവാനെ ആകാശത്തു കൂടി അങ്ങ് പറക്കുക. അവൻ ഇവിടെ ബുദ്ധിമുട്ടി തന്നെ. ഉമ്മക്ക് വണ്ടി ഉണ്ടെന്ന് കാര്യമില്ല, വിമാനത്തിന് വിമാനം തന്നെ വേണം. നിങ്ങൾ പറയാം സുയിപ്പല്ലേ ഇത് കാര്യമാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്ന് ചിന്തിച്ച് പോയതാ. ഞാൻ ചിന്തിച്ച് പോയത് നിങ്ങളോട് പറഞ്ഞേ. നിങ്ങൾ സുയിപ്പം തന്നെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത്രയും പെട്ടെന്ന് ബോംബിനെ നിർത്തിപ്പിക്കട്ടെ. വലിയൊരു പ്രളയം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ദ്വാ ചെയ്തിട്ടും പ്രളയം നിൽക്കുന്നില്ല. ഞാൻ ദ്വാ ചെയ്ത എൻ്റെ മൂന്നാമത്തെ ദിവസം പ്രളയം നിൽക്കുക. സത്യം അങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ട് ദ്വായക്ക് ഭയങ്കര ഫല കേട്ടാ. തിരി കളി തിരി തമാശ ഉണ്ട് എന്നാണല്ലോ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സമാധാനം സബോളും തരട്ടെ നമുക്ക്. അള്ളാഹുവേ എൻ്റെ മോൻ പിന്നെയും വിളിച്ചിക്ക് ഉമ്മ കുറച്ച് സമാധാനം ഉണ്ട് എന്നല്ല പറഞ്ഞത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ സമാധാനിപ്പിച്ചതെന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവേ ഞാൻ അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവെ കൂട്ടപ്രാർത്ഥന. അള്ളാഹുവേ ഇത്രയും പെട്ടെന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന മിസ്രിയിലിരുന്ന ഇനി എത്രയും പെട്ടെന്നത് അവർക്ക് നല്ല ബുദ്ധിമുട്ട് നിർത്തിപ്പിച്ച് കൊടുക്കണേ അല്ലാ. ഒരു ഉമ്മ അമ്മ പെറ്റ മക്കളെയും ഇനി വിഷമത്തിലാക്കല്ല റബ്ബേ, മരണത്തിലേക്ക് ഞാക്കല്ല റബ്ബേ. അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ വിഷമങ്ങളും അവരെ വിഷമം തീർക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ അള്ളാഹു. ഓക്കെ മക്കളെ.